Yes. Now, ഞാനിപ്പോൾ സംസാരിച്ചു എന്തിനാണ് സൂപ്പർ 30 ജാം കെമിസ്ട്രി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ ജാം കെമിസ്ട്രി ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഇതുപോലുള്ള സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ന് ഏതാണ്ട് 400-ലധികം കുട്ടികൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ ഇന്ന് 237 അറ്റൻഡൻസ് കാണുന്നത്. കുഴപ്പമില്ല, രാവിലെ മറ്റുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന കോഴ്സിന്റെ സർവീസസ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കോഴ്സ് കൊടുക്കുന്നത് നോക്കാം. സൂം ലൈവ് ക്ലാസ്സസിലാണ് എപ്പോഴും ക്ലാസ് തരിക. അതിന്റെ സപ്പോർട്ടായിട്ട് സൂപ്പർ 30 ആപ്പ് ഉപയോഗിക്കും. ആപ്പ് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും കരുതുന്നു. അതിന്റെ ട്രെയിനിങ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ജിമെയിൽ അഡ്രസ്സ് കിട്ടിയാണ് അല്ലെ, @kmmgwc.ac.in. അതിലാണ് നിങ്ങളുടെ ഈ സൂപ്പർ 30 ന്യൂസും കാര്യങ്ങളൊക്കെ അതുവഴിയാണ് വരിക. ഓക്കെ. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് യൂട്യൂബ് ചാനൽ ഉണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് സൂപ്പർ 30 യൂട്യൂബ് ചാനൽ. അത് മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വരും, എയർ നോട്ടിഫിക്കേഷൻ വരും, ഓരോ വീഡിയോ അപ്ഡേറ്റിംഗ്. ഇനി പുറത്തുള്ള ആൾക്കാർക്ക് ഇതിലുള്ള വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ജിമെയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രൂപ്പിൽ നമ്മൾക്ക് ഏതാണ്ട് 18 ഫാക്കൽറ്റീസ് ഉണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടും. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുമായിട്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമായിട്ട് 18 എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഇതിനുണ്ട്. അവരവരെ ഏരിയ മാത്രം എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം നല്ല ക്ലാസ്സസ് അതുവഴി കിട്ടും. ഓക്കെ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു, എല്ലാ ക്ലാസ്സിനും മുമ്പേ ഓൺലൈൻ അറ്റൻഡൻസ് ഷീറ്റ് ഫില്ല് ചെയ്യണം. അതത് ക്ലാസ്സിൽ എത്ര കുട്ടികൾ വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതിപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തു, ഇന്നത്തെ കാര്യം നിങ്ങൾ ചെയ്തു. നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ സാധാരണ രീതിയിൽ കെമിസ്ട്രി മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഇതുപോലുള്ള 3 ഡയമെൻഷണൽ മോഡൽസ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുമ്പോഴാണ്. നമ്മുടെ മിക്ക ക്ലാസ്സുകളിലും ഇതുപോലുള്ള 3 ഡയമെൻഷണൽ മോഡൽസ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. പിന്നെ കോഴ്സ് സ്ട്രക്ചർ നോക്കുക. കോഴ്സ് സ്ട്രക്ചർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം, ചിലപ്പോൾ രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ വൈകുന്നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. രാവിലത്തെ ക്ലാസ് സാധാരണഗതിയിൽ രാവിലത്തെ ക്ലാസ് ഇപ്പോൾ ഇന്നെടുത്തതുപോലെ 8 മണിക്കായിരിക്കാം. ചിലപ്പോൾ ചില കോളേജസിൽ 8:30 ക്ലാസ് തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 7:30 അല്ലെങ്കിൽ 7 മണിക്കായിരിക്കും ക്ലാസ്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് അത് നോക്കി ഞാൻ നിങ്ങളുടെ ഒരു സർവേ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നതെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ക്ലാസിന്റെ ടൈം ഷെഡ്യൂൾ മാറ്റാം. പിന്നെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് 60% ക്ലാസ്സും 40% സമയം ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനുമാണ്. അത് പല രീതിയിൽ വരാം. ഒന്നുകിൽ 1 മണിക്കൂറാണെങ്കിൽ അതിൽ 40 മിനിറ്റ് ക്ലാസ്സും 20 മിനിറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് ക്ലാസ്സും, അല്ലെങ്കിൽ 2 ദിവസം ഫുള്ള് ക്ലാസ്സും, 3-ാമത്തെ ദിവസം മുഴുവനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ആയിരിക്കാം. ഓക്കെ. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്നുള്ള സ്ട്രക്ചർ കൃത്യമായിട്ട് ഇന്ന് ഗ്രൂപ്പിൽ അറിയിക്കും. ഓക്കെ. പിന്നെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ജാം പരീക്ഷാ മാതൃകയിൽ യു വിൽ ഹാവ് എ ഓൺലൈൻ ടെസ്റ്റ്. ജാം എക്സാം ഓൺലൈൻ ആയിട്ടാണ് എഴുതുന്നത്, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. സോ അതിന്റെ മാതൃകയിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. പിന്നെ ക്ലാസ്സസ് ഒക്കെ പവർ പോയിന്റ് പ്രസന്റേഷൻ ബേസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയറിംഗ് വൈറ്റ് ബോർഡ് ബേസ്ഡ് ആയിരിക്കാം. സാധാരണ നിങ്ങൾക്ക് ക്ലാസ്സിലിരിക്കുന്ന ഫീലിംഗ് ഉണ്ടാവും. പിന്നെ നോട്ട്സും ക്വസ്റ്റ്യൻ ബാങ്ക്സും നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കുറച്ച് ടീച്ചേഴ്സും പ്രിപ്പയർ ചെയ്യും, കൂടാതെ കൂടുതലായിട്ടും നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കുക, ഇന്ന് നമ്മുടെ ബാച്ചിൽ ഏതാണ്ട് 400 മേലെ കുട്ടികളുണ്ട്. അതിൽ ഒരാൾ ഒരു ടോപ്പിക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്താൽ മതി. ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരാം, ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു 250 ക്വസ്റ്റ്യൻ നമ്മൾക്ക് എന്തായാലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിശീലിക്കാം. വിത്ത് എക്സ്പ്ലനേഷൻ ആണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആൻസർ കീയും ക്വസ്റ്റ്യനും എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ അടക്കം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഷുവർ ആണ് ഇതിൽ
നല്ലൊരു ശതമാനം ആൾക്കാർക്കും അടുത്ത IIT JAM എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ദ കോഴ്സ് സ്ട്രക്ചർ. ജസ്റ്റ് എ മിനിറ്റ്, സ്ക്രീൻ എന്തോ പറ്റിയിട്ടുണ്ട്, ഒരു സെക്കൻഡേ. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തോട്ടെ. അത് ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് മാർക്ക് ചെയ്യാം. ലാപ്ടോപ്പ് ഒന്ന് റീസ്റ്റാർട്ടായി വരുമ്പോഴേക്ക് നമുക്ക് ക്ലാസ് അടുത്ത സെഷനായ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പൊ എല്ലാവരും മൂഡിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? മൂഡിൽ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാർ ഏതായാലും ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അടുത്ത ക്ലാസ് മുതൽ ഞാനിത് ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യാം. എല്ലാവരും ചെയ്യണം. പക്ഷെ എക്സാം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാവരും നിർബന്ധമായും ഒരു മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ആ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു സെക്കൻഡേ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 2 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ആ അറ്റൻഡൻസിന്റെ ലിങ്ക് ഒന്നും കൂടി അയക്കാവോ? ചെയ്യാം. ജസ്റ്റ് ഒരു സെക്കൻഡേ. ഞാനൊന്ന് എക്സിറ്റ് ആയിപ്പോയി. മറ്റുള്ള എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. അത് ജസ്റ്റ് ഒന്ന് റീജോയിൻ ചെയ്യട്ടെ. Sir, YouTube channel name. YouTube channel എന്താണ് പറഞ്ഞ കേട്ടില്ല. യൂട്യൂബ് ചാനലിന്റെ നെയിം. യൂട്യൂബ് ചാനലിന്റെ നെയിം സൂപ്പർ 30. ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതില് കാണാം ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാനിപ്പം എടുക്കുന്ന കാര്യങ്ങളടക്കം അതിലുണ്ട്. യൂട്യൂബില് ഇടണ വീഡിയോസ് നമുക്ക് ഒരു പർട്ടിക്കുലർ എന്തോ ഇമെയിൽ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലായിരുന്ന? അതെ. അത് എങ്ങനെയാ സെറ്റ് ആക്കണെന്ന് പറഞ്ഞുതരാമോ? അതും ഞാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട നിങ്ങളൊന്നും ആ ഗ്രൂപ്പിലെ മെസ്സേജ് വായിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ ആ ഗ്രൂപ്പിലെ മെസ്സേജ് വായിക്കും. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരാൾക്കും യൂസർ ഐഡിയും പാസ്വേഡും തന്നിട്ടുണ്ട്. ആ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആക്സസ് ചെയ്യേണ്ടതാണ്. ആക്സസ് ചെയ്യണമെങ്കിൽ ഞാനൊരു ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ആ മെസ്സേജിലുണ്ട്. ആ മെസ്സേജ് നോക്കിയാൽ അതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾക്കത് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സ്ക്രീന് കാണാമല്ലോ എല്ലാവർക്കും അല്ലേ? കാണാം സർ. യെസ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ സൂം ലിങ്കും സൂം ലൈസൻസും അതുപോലെ നിങ്ങൾക്ക് തരുന്ന ആപ്പിന്റെ സെർവറിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ഫീസ് മാത്രമേ, രജിസ്ട്രേഷൻ ഫീ മാത്രമേ നിങ്ങളുടെ ഈ കോഴ്സിന് വാങ്ങിക്കുന്നുള്ളൂ.
ആ ഫീ അടക്കേണ്ട മോഡ് ഞാൻ ഉടനെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഓക്കെ. നൗ നിങ്ങൾക്ക് IIT ക്യാമ്പസ് കാണണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് യു വാണ്ട് ടു സീ സം ഓഫ് ദ പിക്ചേഴ്സ് ഓഫ് IIT ക്യാമ്പസ്, ഞാൻ IIT മദ്രാസ് ക്യാമ്പസിലെ ചില ഫോട്ടോസ് ആണ്. അവിടെ IIT മദ്രാസ് ക്യാമ്പസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഇസ് റിച്ച് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ. യു ക്യാൻ ഫൈൻഡ് ലോട്ട് ഓഫ് ബ്ലാക്ക് ബക്സ്. ഇതൊരു ബ്ലാക്ക് ബക്ക് ആണ്, വൈറ്റ് ആണ് കളറെങ്കിലും ബ്ലാക്ക് ബക്ക്. താഴെ കാണാൻ ഒരുപാട് മാനുകളും പിന്നെ മറ്റു ജീവികളുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് IIT മദ്രാസ്. പിന്നെ സാധാരണഗതിയിൽ എല്ലാ വർഷവും കോൺവൊക്കേഷൻ ഉണ്ടാവും. കോൺവൊക്കേഷൻ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ വന്നിട്ടാണ് കോൺവൊക്കേഷൻ ഇനാഗുറേറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ഒരു കോൺവൊക്കേഷൻ ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ. നൗ ISC ബാംഗ്ലൂർ, നമ്മൾക്കറിയാം കെമിസ്ട്രിക്ക് ഏറ്റവും ബെസ്റ്റ്, സയൻസിന് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് IIT-യേക്കാൾ ബെസ്റ്റ് എന്ന് പറയുന്നത് IISc ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ബാംഗ്ലൂർ. ഇത് IIT മദ്രാസിന്റെ റിസർച്ച് പാർക്കാണ്. IIT ഡൽഹി, IIT റൂർക്കി, ഇങ്ങനെ ഒരുപാട് നല്ല ക്യാമ്പസ്, നല്ല ഫെസിലിറ്റീസ്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫെസിലിറ്റീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടുകാർ IITസിലോ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ PGക്ക് you have to go and study at IITs or IIScs or ICERs. Understood? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ പിന്നെ ട്രെയിനിങ്ങിലേക്ക് പോവാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈല് ഷെയർ ചെയ്യാം. ഓക്കെ. മൊബൈലിന്റെ സ്ക്രീൻ ഷെയർ, കാരണം നിങ്ങൾക്ക് അതുപോലെയാണ് നിങ്ങൾക്ക് പിന്നെ കാണാം. ജസ്റ്റ് എ സെക്കൻഡ്, ലെറ്റ് മീ ഷെയർ മൈ മൊബൈൽ. മൊബൈൽ സ്ക്രീൻ. എല്ലാവരും ശ്രദ്ധിക്കുക. Just a second. നിങ്ങൾക്ക് എല്ലാവർക്കും റോൾ നമ്പർ എല്ലാവർക്കും അറിയാലോ അല്ലേ? എല്ലാവർക്കും റോൾ നമ്പർ അറിയാം. അപ്പോൾ ആ റോൾ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ മൂഡിൽ ആക്സസ് ചെയ്യേണ്ടത്. പാസ്വേഡ് റോൾ നമ്പറും പിന്നെ ഗ്രൂപ്പിൽ ഞാൻ പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരാളുടെ പാസ്വേഡും യൂസർ ഐ ഡി. Just a second. Let me share from my mobile. Okay. ഇപ്പൊ എല്ലാവർക്കും എന്റെ മൊബൈലിലെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണാം അല്ലേ? കാണാലോ അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂഡിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇതാണ് മൂഡിൽ ആപ്പിന്റെ ഐക്കൺ, ഇവിടെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദ്യം ഈ സ്ക്രീൻ അല്ല വരിക, ഓൾറെഡി ലോഗിൻ ചെയ്തവരുടെയാണ് ഈ സ്ക്രീന് കാണുക. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് വരാം. Let me change. യെസ്, അതിന് മറ്റുള്ളവര് നിങ്ങളുടെ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ.
ഓക്കെ റൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ പിന്നെ മൂഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പിന്നെ വരിക. അവിടെ യുവർ സൈറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യേണ്ടത് തെറ്റിക്കാതെ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് നോക്കുക. HTTPS എന്ന് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോകരുത്. HTTPS:/super30.org. Not org അല്ല, super30.guru GURU എന്ന് ടൈപ്പ് ചെയ്യാം. super30.guru. എന്നിട്ട് അതിന് താഴെ കാണാം കണക്ട് ടു യുവർ സൈറ്റ്, അവിടെ ക്ലിക്ക് ചെയ്യുക. We are having trouble accessing your site. Please check the address. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട്. ഡബിൾ സ്ലാഷ് വേണം, ഒരു സ്ലാഷേ ഇട്ടിട്ടുള്ളൂ, 2 സ്ലാഷ് വേണം. ഓക്കെ, HTTPS:/super30.guru എന്ന് ടൈപ്പ് ചെയ്യുക. കണക്ട് യുവർ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും എന്താണെന്നാണ് ചോദിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങളുടെ പാസ്വേഡും ഉപയോഗിക്കുന്നത്. യൂസർ നെയിം എന്നുള്ളത് ലോവർ ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്ത ഒരു യൂസർ നെയിം പാസ്വേഡ് എടുക്കുകയാണ്. ഒരു ഡമ്മി യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് താഴെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുത്തു. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഇൻസൈഡ് ദ Moodle ആപ്പ്. യെസ്, ഇപ്പൊ എല്ലാവർക്കും സ്ക്രീനിൽ എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞ ഒരാള് സ്ക്രീനിൽ എന്താണ് കാണുന്നത്? Super30 ഓൺലൈൻ ക്ലാസ് റൂം. super30 ജാം ട്രെയിനിങ് പോർട്ടൽ അല്ലെ, അതല്ല ഏറ്റവും മേലെ കാണുന്നത്? യെസ്, അതന്നെ, അതിന് താഴെയാണ് ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ ഇവിടെ 2 കോഴ്സാണ് റൺ ചെയ്യുന്നത്. ആ 2 കോഴ്സസ് ആണ് താഴെ ഇവിടെ കാണുന്നത്. 2 കോഴ്സസ് ഇവിടെ ഇൻ പ്രോഗ്രസ് എന്നുള്ളത് താഴെ കാണാം. super30 ഓൺലൈൻ ക്ലാസ് റൂം കാണാം. കൂടാതെ super30 ക്വിസ് സെറ്റേഴ്സ് കാണാം. നമ്മുടെ എക്സാമിന് പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പറയുന്നത് ക്വിസ് എന്നാണ്, മനസ്സിലായോ? നമ്മൾ കേരളത്തിലാണ് എക്സാം എന്ന് പറയാം, മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് ക്വിസ് എന്നാണ് പറയുക. അപ്പോൾ ക്വിസ് സെറ്റേഴ്സ് ആണ്. പിന്നെ ക്വിസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ് രണ്ടാമത്തത്. ഒന്നാമത്തെ എന്നുള്ളത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമാണ്. അവിടെയാണ് നമ്മുടെ എക്സാമും അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നൗ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം super30 ഓൺലൈൻ ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ആദ്യത്തെ സെക്ഷൻ ആണ് ഇവിടെ കാണുന്നത്, ഇൻട്രൊഡക്ഷൻ നോ യുവർ ജാം. അവിടെ തന്നെ അത് നിങ്ങൾ ആദ്യം വായിച്ചു നോക്കണം കംപ്ലീറ്റ്. പിന്നെ ഓരോ ഐക്കൺ കാണാം. ഇൻട്രൊഡക്ഷൻ നോ യുവർ ജാം എന്നുള്ളത് ഒരു ഫോൾഡർ ആണ് അല്ലെ. ഓരോ ചാപ്റ്റർ ഓരോ ഫോൾഡർ ആയിട്ടാണ് ഉണ്ടാവുക. ആ ഫോൾഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും കാണാം. ഞാനിപ്പോ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കിയാൽ കാണാം. ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ അതിൽ കാണാം. അതിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ആകെയുള്ളത് ഒന്ന് നോ യുവർ ജാം എന്നുള്ളത്, നോ യുവർ ജാം പാറ്റേൺ, പിന്നെ താഴെ ചാപ്റ്റർ 1 ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. മറ്റുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ഒരാൾ എടുക്കുന്നതിനനുസരിച്ച് അത് ആക്റ്റീവ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ നോ യുവർ ജാമിൽ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോ യുവർ ജാമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എന്തൊക്കെയാണ് അതിൽ റിസോഴ്സസ് നോക്കാം. അതിൽ ഒരു പച്ച ഐക്കണിൽ, ഒരു ബുക്കിന്റെ ഐക്കണിൽ പിന്നെ ആദ്യം കാണാം നോ യുവർ ജാം 2022. So here are some tips and tricks about your JAM 2022. Read this article at your convenient time. അതൊരു ബുക്കാണ്. നമുക്ക് മൂഡിൽ ബുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാം.
സോ ഞാനത് ഒരു ചെറിയൊരു ബുക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് മൂഡിൽ ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് അതിൽ നോ യുവർ ജാം 2022 എന്നുള്ള ബുക്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്കിലെ ചാപ്റ്റർ വൈസ് ആയിട്ട് കുറെ കാര്യങ്ങൾ കാണാം. അപ്പൊ നിങ്ങളിത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ, ജാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉള്ളത്. അടുത്ത പേജ് കാണണമെങ്കിൽ താഴെ 2 ഏറോ മാർക്കാണ്, ഏറോ അല്ല, ഒരു സിമ്പിൾ കാണാം. ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രേറ്റർ ദാൻ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് വരാം. ആ പാർട്ട് വന്നു. ആ ഒന്നാമത്തെ സെക്ഷനിൽ തന്നെ വേറൊരു പാർട്ടാണ് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ വായിച്ചു നോക്കുക കേട്ടോ. ഇന്ന് വായിക്കാനുള്ള സമയമില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അടുത്ത ജാം എക്സാമിന്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് താഴെ തന്നിരിക്കുന്നു, അത് വായിച്ചു നോക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബി അവെയർ അബൌട്ട് യുവർ സിലബസ്. നിങ്ങൾ പ്രത്യേകിച്ച് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളത് കേട്ടോ. സിലബസ് ഒക്കെ നമ്മുടെ മൂഡിലുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ മൂഡിൽ സിലബസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതുവരെ നടത്തിയ ജാം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, ആൻസർ കീസ് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ജാം പോർട്ടലിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സിലബസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ സിലബസ് എന്നുള്ള ലിങ്കിൽ അവിടെ സിലബസ് ബ്ലൂ കളേർഡ് ലെറ്റേഴ്സിൽ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ സ്ക്രീൻ ഓപ്പൺ ആയി വരും. ആ ഓപ്പൺ ആയി വന്ന സ്ക്രീനിൽ താഴെ കാണാം ഓപ്പൺ ദ ഫയൽ. ഓപ്പൺ ദ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു PDF ഫയൽ ഓപ്പൺ ആയി വരും. ആ PDF ഫയലിൽ നിങ്ങളുടെ ജാം എക്സാമിന്റെ സിലബസ് കാണാം. ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല, അതിലോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരാൻ ടൈമാണ്. സോ ഞാൻ തിരിച്ച് ബാക്കിലോട്ട് പോവാണ്. ഐ എം ഗോയിങ് ബാക്ക്. സോ നമ്മുടെ ഇതിൽ ബി അവെയർ അബൌട്ട് യുവർ സിലബസ് എന്ന് കാണാം, അത് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് നിങ്ങൾക്ക് ജാമിന് ഓരോ 3 പാർട്ടാണ് ഉള്ളത് അല്ലെ. ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി. അതിൽ ഓരോന്നിലും ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, തിയറി ഓഫ് ഗ്യാസസ്, ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ്, പിന്നെ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. ആ മൊഡ്യൂൾസിനൊക്കെ വേണ്ട പ്രധാനപ്പെട്ട ബുക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിലാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്കിൻസിന്റെ നല്ല ബുക്കുണ്ട്, ആ ബുക്ക് വായിച്ചു നോക്കാം. നല്ല ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ, അറ്റ്കിൻസിന്റെ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ അതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഈ ബുക്സ് ഒക്കെ നമ്മൾ വേണമെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ബുക്സ് അവൈലബിൾ ആക്കി തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്സ് വായിക്കാം കേട്ടോ. പിന്നെ ഓരോ മൊഡ്യൂളിന്റെയും പ്രധാനപ്പെട്ട ബുക്സും ഇവിടെ തന്നിരിക്കുന്നു. ഇപ്പൊ ഇൻഓർഗാനിക്കിലാണെങ്കിൽ അനാലിറ്റിക്കൽ കെമിസ്ട്രി, പിന്നെ കെമിക്കൽ ബോണ്ടിങ്, അതിനൊക്കെ വേണ്ട നല്ല ബുക്സ് ഏതൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിരുന്നു. കൂടാതെ നിങ്ങളുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റി പറയുന്ന ബുക്സും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ഇതിൽ ഓരോ പാർട്ടും ഓരോ എക്സ്പെർട്ട് ഫാക്കൽറ്റിയാണ് എടുക്കുക. ആ ഫാക്കൽറ്റി പറയുന്ന ബുക്സും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ, സംശയങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ എപ്പോഴാണ് എക്സാം എടുക്കുക, എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പിന്നെ നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ ഇവിടെ അതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് തിരിച്ച് ആ ബുക്കിന്ന് തിരിച്ചു പോകണമെങ്കിൽ, ബുക്കിന്ന് തിരിച്ച് പഴയ നമ്മുടെ ജാമിന്റെ കോഴ്സ് പേജിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും മേലെ ടോപ്പിൽ ആ യെല്ലോ കളറിൽ നോ യുവർ ജാം 2022 എന്നുള്ളതിന്റെ ലെഫ്റ്റ് സൈഡ് ഒരു ആരോ കീ കാണാം. ആ ആരോ കീയിൽ ക്ലിക്ക് ചെയ്യാം. ആരോ കീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചുപോയി, കോഴ്സ് പേജിലേക്ക് തിരിച്ചുപോയി. സോ അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് സിലബസ് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു PDF ഡോക്യുമെന്റ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തു. ഞാൻ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു സ്ക്രീൻ വരും, കണ്ടതുപോലെ സ്ക്രീൻ. സോ ഇറ്റ് ഈസ് ആസ്കിങ് വെദർ യു വാണ്ട് ടു ഓപ്പൺ ദ ഫയൽ. ഇഫ് യു വാണ്ട് ടു ഓപ്പൺ ദ ഫയൽ, യു ജസ്റ്റ് ഹാവ് ടു പ്രസ് ദ ഓപ്പൺ ഫയൽ കമാൻഡ് ബട്ടൺ. അതൊരു കമാൻഡ് ബട്ടൺ ആണ്. ആ കമാൻഡ് ബട്ടൺ പ്രസ് ചെയ്യും. ഞാനിപ്പോൾ അത് പ്രസ് ചെയ്യുന്നില്ല. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ജസ്റ്റ് ഞാൻ പ്രസ് ചെയ്യാം, ജസ്റ്റ് നോക്കാം. ഓപ്പൺ ദ ഫയൽ അതിൽ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ PDF ഓപ്പണിംഗ് സോഫ്റ്റ്വെയറിൽ കൃത്യമായിട്ട് നമ്മുടെ മൂഡിൽ സൂപ്പർ 30യുടെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത സിലബസ് ആണ്.
ജാം സിലബസ് തന്നെയാണ്, പക്ഷെ മൂഡിൽ 30 സൂപ്പർ 30ക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തിരിച്ചു പോവാം ബാക്ക്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ സിലബസിന്റെ ജസ്റ്റ് ലെഫ്റ്റ് കാണുന്ന ബാക്കിലൂടെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിലേക്ക് പോകും. കോഴ്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിലേക്ക് തിരിച്ചു പോയാൽ അടുത്ത അവിടെ എന്താ കാണുന്നത്? സിലബസ് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് എന്താ? ഒരാൾ പറഞ്ഞേ, ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കട്ടെ. ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലേ സർ? ക്വസ്റ്റ്യൻ ബാങ്ക്. ആ ഐക്കൺ നോക്കും, ഓരോന്നിന്റെ ഐക്കൺ വ്യത്യാസമാണ്. നോ യുവർ ജാം എന്നുള്ളത് ഐക്കൺ ഒരു ബുക്കിന്റെ ഐക്കൺ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ബുക്ക്. പിന്നെ സിലബസ് എന്നുള്ളതിന്റെ അടുത്തുള്ളത് ഒരു PDF ഡോക്യുമെന്റിന്റെ ഐക്കൺ ആണ് അല്ലെ? സോ ഇറ്റ്സ് എ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റ് ആണ്. അതിന് താഴെയുള്ള ഐക്കൺ നോക്കൂ, അതൊരു ഫോൾഡർ ആണ്. മനസ്സിലായോ? ആ ഫോൾഡറിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് കാണാം അവിടെ 2 ഫോൾഡേഴ്സ് ഉണ്ട്. ആ ഫോൾഡറിന്റെ അകത്ത് തന്നെ 2 ഫോൾഡേഴ്സ് ഉണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഫോൾഡർ, മറ്റൊന്ന് ആൻസേഴ്സ് എന്നുള്ള ഫോൾഡർ, ആൻസർ കീസ് എന്നുള്ള ഫോൾഡർ. ഇനി ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം 2005 മുതൽ 2018 വരെയുള്ള ജാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ കാണാം. ഇനി ഒന്ന് പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. 2021 വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അത് ഉടനെ അപ്ഡേറ്റ് ചെയ്യും. ഇനി അതിന്റെ ആൻസർ കീസ് വേണമെങ്കിൽ ആൻസർ കീസ് തിരിച്ചു പോയിട്ട് ആൻസർ കീ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ആൻസർ കീ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആൻസർ കീ ഫോൾഡർ 4 ആൻസർ കീസ് ആണുള്ളത്. ബാക്കിയൊക്കെ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആൻസർ കീസിൽ ഇതുപോലുള്ള PDF ഡോക്യുമെന്റ് കാണും. ഇനി ജസ്റ്റ് അതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കും? ആ ഡോക്യുമെന്റ് ഓപ്പൺ ആയി വരും. ഇപ്പൊ ഞാൻ കീ 2018 ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് PDF ഡോക്യുമെന്റിൽ ഓപ്പൺ ആവും. ഇതാണ് 2018 ജാം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. ഓക്കെ, ആൻസർ കീ. ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ച് ആൻസർ കീയിലേക്ക് തിരിച്ചു പോയി ബാക്ക് കോഴ്സിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യും. ഓക്കെ, ഞാൻ കോഴ്സിലേക്ക് തിരിച്ചു പോയി. ഇനി അതിന് താഴെ എന്താ ഉള്ളത് നോക്കുക. എല്ലാരും മൂഡിൽ ആപ്പിൽ ഉണ്ടല്ലോ അല്ലെ? ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഇൻ മൂഡിൽ ആപ്പ്. അതിന് താഴെ വാട്ട് ഈസ് യുവർ ഗ്രൂപ്പ് നെയിം എന്നുള്ള ഒരു അതിന്റെ സിമ്പിൾ നോക്കുക. ഇതൊരു ചോയ്സ് ആണ്. ഇതിന്റെ അകത്ത് മൂഡിൽ ഉള്ള ഒരു ഓപ്ഷൻ ആണ്. യു ക്യാൻ ഹാവ് എ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒറ്റ ക്വസ്റ്റ്യൻ അതിലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്താണത്? ഞാൻ ഇതിന്റെ ആൻസർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഐ മീൻ നിങ്ങളുടെ ഗ്രൂപ്പില് ദിസ് ആക്ട് ഓക്കെ റൈറ്റ് ഒരു സെക്കൻഡ്. അതിൽ കാണിക്കുന്ന എന്താ? ദിസ് ആക്ടിവിറ്റി ഈസ് ക്ലോസ്ഡ് ഓൺ സാറ്റർഡേ 5 ജൂൺ 2021. നമ്മൾക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ ഇന്ന ടൈമിനുള്ളിൽ ആക്ടിവിറ്റി ചെയ്ത് തീർക്കണമെന്ന് മൂഡിലിനോട് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിലാകെ ഒരാളെ ഇത് ആൻസർ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഡോമിനേറ്റേഴ്സ് ഗ്രൂപ്പിൽ ഒരാൾ മാത്രമാണ് ആൻസർ ചെയ്തത്. ഞാൻ നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എന്നാലും ഞാനത് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു തരാം. അത് ടൈം മാറ്റി തരാം. ഒരു സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ടൈം ഒന്ന് മാറ്റട്ടെ. ടൈമും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ യു ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ ആയിരിക്കണം. ടീച്ചേഴ്സിന് ചേഞ്ച് ചെയ്യാം. ലെറ്റ് മീ ചേഞ്ച് ദ ടൈം. ഒരു സെക്കൻഡ്. No. യെസ്, അതിന്റെ ടൈം ഞാൻ ഇപ്പോഴ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് തിരിച്ച് ബാക്കിലോട്ട് പോവാ. നമ്മുടെ കോഴ്സ് പേജിലേക്ക് പോവുക. ഞാൻ ഇപ്പോൾ കോഴ്സ് പേജിലേക്ക് പോയി. അതിനുശേഷം ഇതൊന്ന് റിഫ്രഷ് ചെയ്യണം. പുതിയ കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആകണമെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യണം. എങ്ങനെയാ റിഫ്രഷ് ചെയ്യുക? നിങ്ങൾ താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ നിങ്ങളുടെ ഒരു ഫിംഗർ ഉപയോഗിച്ച് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഈ പിന്നെ റിഫ്രഷ് ചെയ്യുന്ന മോഡ് അവിടെ കാണാം അല്ലേ? ഇറ്റ്സ് ഗെറ്റിംഗ് റിഫ്രഷ് ചെയ്തു. പിന്നെ റിഫ്രഷ് ചെയ്തിട്ട് തിരിച്ച് വാട്ട് ഈസ് യുവർ ഗ്രൂപ്പ് നെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴും ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക.
യെസ്. ഇപ്പോഴെങ്ങനെയാ വരുന്നത്? ഇപ്പോഴിങ്ങനെയാ വരുന്നത്. നേരത്തെ ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ നിങ്ങളുടെ ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്യാ? അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സേവ് മൈ ചോയ്സ് എന്നുള്ള കമാൻഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ താഴെ പിന്നെ പൈ ചാർട്ട് മാറി വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചെയ്തേ. നിങ്ങൾ എല്ലാവരും മൂഡിൽ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് മൈ ചോയ്സ് ഉള്ള കമാൻഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ പൈ ചാർട്ട് കാണാം. പൈ ചാർട്ട് ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാം. ഇപ്പൊ 39 പേരാണ് മൂഡിൽ ഓൺലൈൻ ആയിട്ടുള്ളത്. എനിക്കിപ്പോ നിങ്ങൾ ആരൊക്കെ ഓൺലൈൻ ആയിട്ടുണ്ടെന്ന് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളതിൽ ഒരാള് തോമസ് ജോൺ. യെസ്. സ്കൈ വാക്കേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതിലില്ലല്ലോ. ഓക്കെ, അത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുമായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്കാരല്ലേ? അത് ആഡ് ചെയ്യാൻ. സ്കൈ വാക്കേഴ്സ് ഒഴികെ ബാക്കിയുള്ളവർക്ക് ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിൽ പിന്നെ അതിനുശേഷമാണ് നിങ്ങൾ വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇല്ലാത്തത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോ എത്ര പേരാണ് ഓൺലൈൻ ഉള്ളതെന്ന് നോക്കി. എത്ര പേര് ഇപ്പൊ മൂഡിൽ ഉണ്ട്? 39 പേരെ മൂഡിലുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താണ് കുഴപ്പം? ഇപ്പോൾ 85 പേര് മൂഡിലുണ്ട്. 85 യൂസേഴ്സ്. യെസ്. പാസ്വേഡ് അടിക്കുമ്പോൾ ഇൻവാലിഡ് എന്ന് കാണിക്കാണ്. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതെ, ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പാസ്വേഡ് എങ്ങനെയാ കൊടുക്കേണ്ടത്? ശ്രദ്ധിക്കുക. പാസ്വേഡ് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു പാസ്വേഡ്? ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ പാസ്വേഡ് ഓരോരാൾക്ക് ഓരോ പാസ്വേഡാണ് കേട്ടോ. എല്ലാവർക്കും ഒരേ പാസ്വേഡ് അല്ല. ഓരോരാൾക്ക് ഓരോ പാസ്വേഡാണ്. ജസ്റ്റ് നേരത്തെ ഇട്ടിരിക്കുന്ന ആ മെസ്സേജ് ഒന്ന് ഞാൻ നോക്കട്ടെ. എനിക്കൊന്ന് ആദ്യം നിങ്ങളുടെ പേരിന്റെ 3 ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് അല്ലേ? പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം സൂപ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. സൂപ്പറിലെ എസ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. SUPER സൂപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സ്പേസ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരം. ഇപ്പൊ ജോൺ എന്നാണെങ്കിൽ JOH ജോണിന്റെ ക്യാപിറ്റൽ ലെറ്റർ JOH എന്ന് ടൈപ്പ് ചെയ്യണം. സ്പേസ് ഒന്നും പാടില്ല. അതിനുശേഷം ഹാഷ് എന്നുള്ള സിമ്പിൾ ടൈപ്പ് ചെയ്യുക. അവിടെയും സ്പേസ് ഒന്നും പാടില്ല. ഹാഷ് എന്നുള്ള സിമ്പിൾ പിന്നെ ടൈപ്പ് ചെയ്യുക. പിന്നെ അതിന് താഴെ നിങ്ങൾ കാണാം നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറിന്റെ അവസാനത്തെ 4 നമ്പർ. എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരാൾ എനിക്ക് തന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, വാട്സപ്പ് നമ്പർ അല്ല, മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റത്തെ 4 നമ്പർ ടൈപ്പ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ 4 നമ്പർ. ഓക്കെ. അതിനിടയിൽ സ്പേസസ് ഒന്നും പാടില്ല. അപ്പൊ ഏതൊക്കെ വേണം? സൂപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറിന്റെ അവസാനത്തെ 4 നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എന്നെ അറിയിക്കുക. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ റോൾ നമ്പർ ആണ്. സൂപ്പർ 30 റോൾ നമ്പർ സ്മോൾ ലെറ്ററിൽ, ഒന്നും ക്യാപിറ്റൽ ലെറ്റർ ഇല്ല. പാസ്വേഡിൽ ക്യാപിറ്റൽ ലെറ്റർ ഉള്ളത് ആകെ എസും സൂപ്പറിന്റെ എസും നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് സ്മോൾ ആക്കുകയോ ഏതെങ്കിലും ഒരു അക്ഷരം മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. നമുക്ക് തിരിച്ചു പോവാം. റൈറ്റ്. എന്നിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ എന്നെ അറിയിക്കുക. ബാക്കി ഞാൻ അന്നേരം നോക്കാം. ഓക്കെ. ഇപ്പോഴ് 92 പേരെ ഇപ്പോഴും ഓൺലൈനിലുള്ളൂ. യെസ്, പറയൂ. സർ, മൂഡില് നമ്മൾ ഒരു വെബ് അഡ്രസ് വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ലോഗ് ഔട്ട് ചെയ്യാതെ നമുക്ക് ഇത് അക്സസ് ചെയ്യാൻ പറ്റില്ല? പറ്റും. ഇവിടെ നോക്കുക. ഞാനിപ്പോ നിങ്ങളുടെ എന്റെ മൊബൈൽ കാണുന്നില്ലേ? മൊബൈൽ സ്ക്രീൻ കാണുന്നില്ലേ? അവിടെ താഴെ ബോട്ടം പാർട്ടിൽ ഒരു 3 പാരലൽ ലൈൻസ് കാണാം അല്ലേ? ബോട്ടത്തിൽ താഴെ റൈറ്റ് സൈഡ് ഒരു 3 ലൈൻസ് പാരലൽ ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ ചേഞ്ച് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ചേഞ്ച് സൈറ്റ് ഏറ്റവും താഴത്തെ ചേഞ്ച് സൈറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനെ ഒരു പുതിയൊരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ എന്താ കാണുന്നത്? ആ സ്ക്രീനിൽ കാണുന്നത് ഞാനിപ്പോ ഒരാൾ ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. super30.guru എന്നുള്ള വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു സൈറ്റിൽ കൂടി ലോഗിൻ ചെയ്യണം. എന്ത് ചെയ്യണം? താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാം അല്ലേ? താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ചോദിക്കുന്ന പോലെ നിങ്ങളുടെ പുതിയ സെർവറിന്റെ അഡ്രസ്സാണ് ചോദിക്കുന്നത്, സൈറ്റിന്റെ അഡ്രസ്. നിങ്ങളുടെ കോളേജിൽ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? super30 ഇതുപോലെ ലോഗിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് വരും? 2 സൈറ്റ് ഓപ്ഷൻ വരും. നേരത്തെ ഇവിടെ നോക്കുക, എന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു സൈറ്റ് മാത്രമേ ഉള്ളൂ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ആ സ്ക്രീനിൽ ഡമ്മി യൂസർ എന്നാണ്. ആ ഡമ്മി യൂസർ super30.guru എന്നുള്ള സൈറ്റിലെ യൂസറാണ്. അപ്പൊ നിങ്ങളുടെ കോളേജിന്റെ യൂസർ ആണെങ്കിൽ അവിടെ അത് വരും. പിന്നെ ഒരെണ്ണം കൂടി ആഡ് ചെയ്താൽ 2 എണ്ണം വരും ഇതുപോലെ. മനസ്സിലായോ? അപ്പൊ ഒന്ന് super30ന്റെയും ഒന്ന് നിങ്ങളുടെ കോളേജിന്റെയും വരും. ഇനി ഏതിലേക്കെങ്കിലും ലോഗിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ കോളേജിന്റെ പിന്നെ യൂസറിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ കോളേജിന്റെ പേരിലുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഡമ്മി യൂസറിലാണ് പിന്നെ ലോഗിൻ ചെയ്യണമെങ്കിൽ ഡമ്മി യൂസറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ ബാക്കിലോട്ട് പോകണമെങ്കിൽ താഴെ ബാക്ക് ബട്ടൺ കാണാം. ബാക്കിലോട്ട് പോവാം. അയ്യോ, ഓക്കെ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് ബാക്കിലോട്ട് പോകാൻ ഇച്ചിരി പാടാണ്. യെസ്, ഡമ്മി യൂസറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ super30 പോയി. ഇനി ഞാൻ എൻ്റെ കോഴ്സ് super30 ആപ്പിന്റെ ഫ്രണ്ട് പേജാണ് ഇപ്പോഴുള്ളത്. അത് ഞാൻ തിരിച്ച് ആ കോഴ്സിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് super30 ഓൺലൈൻ ക്ലാസ് റൂമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോഴും നമ്മുടെ super30 ഓൺലൈൻ ക്ലാസ് റൂമിന്റെ ഫ്രണ്ട് പേജാണ് വരുന്നത് അല്ലേ? അവിടെ നമ്മളിപ്പോ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ക്വസ്റ്റ്യൻ ബാങ്ക് ഡിസ്കസ് ചെയ്തു, ചോയ്സ്, ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ട് ഇപ്പോഴും? നോ സർ, ഇല്ല, കാണുന്നില്ല. നെറ്റ് പോയിട്ടുണ്ട്. അത് ജസ്റ്റ് എ സെക്കൻഡ്. Yes, now it's visible, right? Now my screen is visible. Yes, now ഞാൻ അതിലേക്ക് ഇപ്പോൾ എവിടെയുള്ളത്? ക്വസ്റ്റ്യൻ ബാങ്ക് കഴിഞ്ഞു. സാം, പിന്നെ അതിന് തൊട്ട് താഴെ അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ആപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് അതാണ്, ക്വിസ്. ഒരു പിന്നെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യണം, ഓൺലൈൻ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ജാം മാതൃകയിലുള്ള ഓൺലൈൻ ക്വസ്റ്റ്യൻ. എല്ലാവരും എന്ത് ചെയ്യാം? ആ സിമ്പിൾ ക്വിസ്, ആ ക്വസ്റ്റ്യൻ ഓൺലൈൻ ക്വിസിന്റെ സിമ്പിളാണ് അതിന്റെ ഇടതുഭാഗത്ത് കാണുന്നത്. ഓക്കെ, ആ ക്വിസിൽ ജസ്റ്റ് ഒന്ന് പിന്നെ ക്ലിക്ക് ചെയ്യാം. സാമ്പിൾ ക്വിസ്, ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഉണ്ടാക്കിയാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ആദ്യം, ദിസ് എ ഡെമോ ക്വിസ്, യു ക്യാൻ അറ്റംപ്റ്റ് എനി നമ്പർ ഓഫ് ടൈംസ്. നിങ്ങളുടെ സാധാരണഗതിയിൽ നിങ്ങളുടെ ക്വസ്റ്റിന്റെ ഇത് പിന്നെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയല്ല ഉണ്ടാവുക. നിങ്ങൾക്ക് ഒരിക്കൽ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഉണ്ടാവുക. അപ്പൊ ഞാനൊരു ഡെമോ ആക്കി ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, ദ ക്വിസ് ഓപ്പൺഡ് ഓൺ മൺഡേ 7th June 8:30. ഇന്ന് 8:30 അത് ഓപ്പൺ ആയത്. ഇന്ന് 10 മണിക്ക് അത് ക്ലോസ് ആകും. അപ്പൊ 10 മണിക്ക് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് ചെയ്യണം. ഇനി അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈമിനുള്ളിൽ ക്ലോസ് ചെയ്യുമെന്നുള്ളത് അത് അവിടെ പറയും കേട്ടോ. ചിലപ്പോൾ 10 മണിക്കുള്ളിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയെങ്കിലും
നിങ്ങൾ ചിലപ്പോൾ അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റിനുള്ളിൽ അറ്റംപ്റ്റ് ക്ലോസ് ചെയ്തിരിക്കണമെന്നുള്ള കണ്ടീഷൻ അവിടെ വരാം. ഞാൻ അറ്റംപ്റ്റ് ക്വിസ് നൗ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മൂഡിൽ ക്വിസ് പാസ്വേഡ് ചോദിക്കുന്നു. പാസ്വേഡ് ലെറ്റ് മീ സീ ഇറ്റ് ഈസ് 2022 ആണെന്ന് സംശയമുണ്ട്, നോക്കാം. 2022 ആണെങ്കിൽ 2022 കൊടുക്കുക, സ്റ്റാർട്ട് അറ്റംപ്റ്റ് കൊടുക്കുക. യെസ്, 2022 ആണ് അതിന്റെ പാസ്വേഡ്. പാസ്വേഡ് കൊടുത്ത ഉടനെ ക്വിസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും സ്ക്രീന് കാണുന്നുണ്ടാവുന്ന വരുന്നു. ആ ക്വിസില് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ചിരിക്കുന്നത് കൊളസ്റ്ററിക് എൽസീസ് ആർ ഓഫ് കൊളസ്റ്ററിക് ലിക്വിഡ് ക്രിസ്റ്റൽസ്. ലിക്വിഡ് ക്രിസ്റ്റൽസ് പല ടൈപ്പ് ഉണ്ട് അല്ലേ? നിമാറ്റിക്, സ്മെക്റ്റിക്, കൊളസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. അത് ഏത് ടൈപ്പാണെന്ന് ചോദിക്കുന്നത്. അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസ് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ആൻസർ കറക്റ്റ് ആൻസർ ചെയ്യണമെന്നില്ല. എല്ലാവരുടെയും ഒരു റാൻഡം ആൻസറിങ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യാം. ഞാനത് കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഹെലിക്കൽ പാറ്റേണിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്തപ്പോഴും തെറ്റിപ്പോയി എന്ന് വരും. അതല്ല വേണ്ടത്, വേറൊരെണ്ണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മേലെ സിലിണ്ടറിക്കൽ പാറ്റേൺ ആണെങ്കിൽ സിലിണ്ടറിക്കൽ പാറ്റേണിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ആ ചോയ്സ് ക്ലിയർ ആണെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യണ്ട നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒഴിവാക്കണം. എനിക്ക് അറ്റംപ്റ്റ് ചെയ്യണ്ട. അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിയാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ എനിക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന് താഴെ ഒരു കമാൻഡ് ബട്ടൺ കാണാം, ക്ലിയർ മൈ ചോയ്സ്. ക്ലിയർ മൈ ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാത്ത രീതിയിൽ വരും. ഓക്കെ, ഞാനത് അറ്റംപ്റ്റ് ചെയ്യാതെ അടുത്തതിലേക്ക് പോകണം. ഒരു സ്ക്രീനിൽ 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ചിലപ്പോഴും 3-4 ഒക്കെ ഉണ്ടാകാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. If 96,500 coulomb electricity is passed through copper sulfate solution, it will liberate 96,500 gram of copper, 31.76 gram of copper, 100 gram of copper, 63.5 gram of copper. അതിൽ ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു ആൻസർ ക്ലിക്ക് ചെയ്യാം. ഐ എം സെലക്ടിങ് റാൻഡംലി. ആൻസർ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇതിൽ 10 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഞാനിപ്പോ 10 ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ 10 അപ്പൊ എത്ര പ്രാവശ്യം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം? 5 തവണ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കാരണം 10 ഒരു സ്ക്രീനിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ 5 തവണ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. പിന്നെ ഓരോന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, ഓരോന്ന് ആൻസർ ചെയ്യുക. അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ ഇതേ രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നിങ്ങൾക്ക് ഓരോരാൾക്കും വേറെ ക്വസ്റ്റ്യനാ വരിക. അണ്ടർസ്റ്റുഡ്? അതുകൊണ്ട് അടുത്തിരിക്കുന്നവരെ കോപ്പി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഓരോരാൾക്കും ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നിങ്ങളുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. വാട്ട്സ് യുവർ 3rd ക്വസ്റ്റ്യൻ? ഈസ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫോറിൻ ആറ്റം ഇൻ ദ സൈറ്റ് ഓഫ് പാരന്റ് ആറ്റം ഇൻ ദ ക്രിസ്റ്റൽ ഈസ് എ? ഈസ് ഇറ്റ് സെയിം ആസ് യുവർ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ 3? No, sir, it's different. യെസ്. ഓരോരാൾക്കും ഓരോ റാൻഡം ക്വസ്റ്റ്യൻ ആണ് വരിക. ക്വസ്റ്റ്യൻ ഞാനൊരു ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള റാൻഡം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക. അതുപോലെ ചോയ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത് നോക്കുക. 2 പേർക്ക് ചോയ്സ് വ്യത്യാസമാണ് ഉണ്ടാവുക. ആൻസർ ചോയ്സ് ആ ഓർഡർ വ്യത്യാസമാണ് ഉണ്ടാവുക. ഓക്കെ, ഒക്കെ ശ്രദ്ധിക്കും. ഞാനിപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സമയം കുറവുണ്ട്, ആൻസർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അസ്യൂം ദാറ്റ് ഐ ആൻസേർഡ്. അടുത്ത സ്ക്രീനിൽ ഒരു ഓർഗാനിക് കെമിസ്ട്രിയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? മോളിക്കുലർ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 7ഉം 8ഉം ക്വസ്റ്റ്യൻ വന്നു. 7ഉം 8ഉം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. പോയിന്റ് ഗ്രൂപ്പ് അതിലെ ലാസ്റ്റ് സിമെട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഫോർമാൽഡിഹൈഡീസ്. ഫോർമാൽഡിഹൈഡിന്റെ പോയിന്റ് ഗ്രൂപ്പ് അത് എന്റെ ഏരിയ ആണ്. ഫോർമാൽഡിഹൈഡിന്റെ പോയിന്റ് ഗ്രൂപ്പ് C2V ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ നമ്പർ ഓഫ് കൈറാൾ സെന്റേഴ്സ് ഇൻ ദ ഫോളോയിങ് മോളിക്യൂൾ. സ്റ്റീരിയോ കെമിസ്ട്രി എന്നാണ്. ഓക്കെ, അതിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ചോയ്സ് അല്ല അവിടെ ഉള്ളത്. നിങ്ങൾ ആൻസർ ചെയ്യണം. 1, 2, 3, 4 അങ്ങനെ ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ യുവർ ആൻസർ ഷുഡ് ബി എ ഡിജിറ്റ്, എ നമ്പർ.
നമ്പർ ആയിരിക്കണം. 1 ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. 1 ടൈപ്പ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് ആൻസർ പിന്നെ അതിനുള്ള സ്കോർ കിട്ടൂല. ഇറ്റ് ഷുഡ് ബി എ നമ്പർ. അതിന്റെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ നമ്പർ ഓഫ് കൈറാൽ സെന്റേഴ്സ് ഇൻ ദ ഫോളോയിങ് മോളിക്യൂൾ. അവിടെ താഴെ നമ്പർ ആയിരിക്കണം, 1 എന്നായിരിക്കും. ഓക്കെ, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടി അവിടെ തരും. നമ്പർ എന്ന് ഡിജിറ്റ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവിടെ ഇൻസ്ട്രക്ഷൻസ് തരും. ഞാനിപ്പോ അവിടെ ഇട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 10% ഓഫ് ഇതിന്റെ ആൻസർ 1 ആണോ? Write the number of chiral centers in the following molecule. I think it's 0, right? 0 അല്ലേ? 0. Yes. അതിനൊരു plane of symmetry ഉണ്ട് അല്ലേ? It has a plane of symmetry. So it is 0. അടുത്തത് 10% of a first order reaction. അടുത്തത് chemical kinetics ആണ്. അത് കാൽക്കുലേഷൻ ആണ്. അതിന്റെ ആൻസർ ചോയ്സ് വേണം. ഓക്കെ, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന സ്ക്രീൻ നോക്കുക. നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, ഏതൊക്കെ ആൻസർ ചെയ്യാത്തതുണ്ട് എന്നൊക്കെ അവിടെ കാണിക്കും. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ, ഞാനിപ്പോ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2nd, 8th, 9th അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ റിട്ടേൺ ടു അറ്റംപ്റ്റ് എന്നുള്ളതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഓക്കെ നിങ്ങളുടെ കഴിഞ്ഞു നോക്കുക. നിങ്ങൾക്ക് എത്ര സമയം ഇനിയിപ്പോ ബാക്കിയുണ്ട്? ഇനിയും 51 മിനിറ്റ് ബാക്കിയുണ്ട് അവിടെ. അപ്പൊ നിങ്ങൾക്ക് സമയം എടുത്തിട്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പോ ഒരു ഡെമോ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഒരു 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 15 മിനിറ്റേ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് താഴെ നോക്കണം ടൈം. അപ്പോ എല്ലാം കഴിഞ്ഞ് ഓക്കെ ആണ്, നിങ്ങളുടെ സബ്മിഷൻ നടത്താമെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും റെഗുലർ ഓൺലൈൻ ക്ലാസ് ടൈം ആയെങ്കിൽ ആ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ക്ലാസ് ടൈം കട്ട് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണമെന്നില്ല. ക്ലാസ് ടൈം ആയ ഉടനെ ക്ലാസ്സിലോട്ട് പോവാം. പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞാൽ സാമ്പിൾ ക്വിസിൽ ക്ലിക്ക് ചെയ്യാം. സാമ്പിൾ ക്വിസിൽ സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വാർണിംഗ് മെസ്സേജ് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. You will no longer be able to change your answer for this attempt. തിരിച്ചു വരാൻ പറ്റില്ല. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത് എന്താ? ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആൻസർ അവിടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. സാധാരണ എക്സാമിനാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ആൻസർ കാണിക്കില്ല. കുറച്ച് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്ത് ക്വിസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലേ ആൻസർ കാണിക്കുള്ളൂ. ആൻസറിന്റെ കൂടെ ഒരു എക്സ്പ്ലനേഷൻ കൂടി അവിടെ കാണാം. എക്സ്പ്ലനേഷൻ ഇങ്ങനെ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കുകയാണെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. കുറെ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ എക്സ്പ്ലനേഷൻ അവിടെ തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തത് എവിടെയാണ്? 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കുന്നത് ഫോർമാൽഡിഹൈഡ് C2V പോയിന്റ് ഗ്രൂപ്പ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എൻട്രി ചെയ്തതാണ് നമ്പർ 0 എന്നുള്ളത് അല്ലെ. ഈ മോളിക്യൂള് കൈറാൽ സെന്റർ ഇല്ല, കാരണം അതിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. സോ ഇറ്റ് ഈസ് അക്കൈറാൽ. മോളിക്യൂൾ ഇസ് അക്കൈറാൽ. സോ ദ നമ്പർ ഓഫ് കൈറാൽ സെന്റർ ഈസ് 0. അത് ആൻസർ കറക്റ്റ് ആണ്. പിന്നെ ബാക്കി ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ വന്നു കഴിഞ്ഞു. ഇനി ജസ്റ്റ് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഏറ്റവും മേലെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ബാക്ക് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മാർക്ക് കാണാം. ഉടനെ നിങ്ങളുടെ സ്കോർ കാണാം. ഇത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഇവാലുവേഷൻ ആണ്. അവിടെ നിങ്ങൾക്ക് സ്കോർ കാണാം. സ്കോർ ഇസ് 3. ആൻസർ മാർക്ക് കാരണം ഞാൻ 3 അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. 10ൽ 3 അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കോർ 3 ആണ്. സോ യുവർ ഹയസ്റ്റ് ഗ്രേഡ് ഈസ് 3. ഓരോന്നിനും ഓരോ മാർക്ക് അവിടെ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒരു ക്വസ്റ്റിന് 2 മാർക്കായിരിക്കും, ചില ക്വസ്റ്റിന് 1 മാർക്കായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് മാറും. ഓക്കെ, സോ ദിസ് ഇസ് ദ. ഇനി നിങ്ങൾക്ക് രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ റീ അറ്റംപ്റ്റ് എന്ന് കൊടുക്കാം. പക്ഷെ സാധാരണ ഗതിയിൽ റീ അറ്റംപ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് ഡെമോ ക്വിസ് ആയതുകൊണ്ട് യു ക്യാൻ റീ അറ്റംപ്റ്റ് എനി നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ബാക്ക്. സാമ്പിൾ ക്വിസിന്റെ ബാക്കിലോട്ട് പോവാം. എന്റെ കോഴ്സിലെ ലിങ്കിലോട്ട് പോകും. ഇതിൽ ഷോ മോർ എന്നുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പോസ്റ്റ് കൂടി അവിടെ കാണാം. ഓക്കെ,
ഇന്നത്തെ ക്ലാസ്സിന്റെ പോസ്റ്റർ. അപ്പൊ അത്രയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിലുള്ളത്, ഇൻട്രൊഡക്ടറി പാർട്ടിലുള്ളത്. ഇനി അതിനുശേഷം അടുത്ത കോഴ്സ്, ഇപ്പൊ ഞാനിതിൽ ഓൺലൈൻ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ളത്. അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം. അടുത്ത ചാപ്റ്റർ നോക്കണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ നോ യുവർ ജാം മേലെ കാണുന്ന ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ചാപ്റ്റർ CH01 ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് എന്നാണ്. ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ നിങ്ങളുടെ ജാം സിലബസിലുള്ള ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരും. കുറെ ലിങ്ക്സ്. ഇപ്പോ ഇൻട്രൊഡക്ടറി വീഡിയോ അബൌട്ട് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അതൊരു പേജാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പേജിലോട്ട്, യൂട്യൂബ് പേജിലോട്ട് പോകും. നിങ്ങൾക്ക് അവിടെ കാണാം, അത് ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കാണാം, ഇതിപ്പോ നിങ്ങൾക്ക് വോയിസ് കിട്ടൂല. അഗൈൻ അഡ്വർടൈസ്മെന്റ്. വെയിറ്റ് എ മിനിറ്റ്. യെസ്, പിന്നെ വോയിസ് നിങ്ങൾക്ക് കേൾക്കില്ല, കാരണം ഞാൻ വോയിസ് ഷെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് വോയിസ് കേൾക്കും. അപ്പൊ അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പിന്നെ യൂട്യൂബ് വീഡിയോ ആണത്, ഫംഗ്ഷനെ കുറിച്ചുള്ള. ഓക്കെ, തിരിച്ചു പോവാ. ബാക്ക് ബട്ടൺ. അവിടെ അതുപോലെ അടുത്ത ഫങ്ഷൻസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് നൈസ് വേ, അടുത്ത ഒരു വീഡിയോ ആണ്. പിന്നെ NCERT-യുടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ഏറ്റവും നല്ല ക്ലാരിറ്റി വരിക NCERT-യുടെ മാത്തമാറ്റിക്സ് ബുക്ക് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും. മാത്തമാറ്റിക്സ് അതിന്റെ ബുക്കിന്റെ PDF ആണ് അടുത്ത അതിലുള്ളത്. പിന്നെ മാക്സിമ ആൻഡ് മിനിമ, അതുപോലുള്ള ഇന്റഗ്രൽസ്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞങ്ങൾ ക്ലാസ് എടുക്കുകയും ചെയ്യും കേട്ടോ. ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ മറ്റുള്ള വീഡിയോസ് കൂടി നിങ്ങൾ കാണും. നിങ്ങൾ ഈ മൂഡിൽ വരുന്ന പിന്നെ നിങ്ങളുടെ സൂപ്പർ 30 ജാം ആപ്പിൽ വരുന്ന വീഡിയോസ് മാത്രം കണ്ടാൽ മതി. അതിന് പുറത്തുനിന്നുള്ള കാണണമെന്ന് ഇല്ല, കാരണം അതിന് മാത്രം കൃത്യമായിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ ന്യൂ വേ ഓഫ് ടീച്ചിങ്. അവിടെ വൈറ്റ് സ്ക്രീനിലാണ്, ഗ്ലാസ്സിലാണ് ക്ലാസ് എടുക്കുന്നത്, എഴുതുന്നത് അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. തിരിച്ചു പോകും. ഞാൻ അത്രയാണ്, ആ രീതിയിലാണ് നിങ്ങളുടെ സൂപ്പർ 30 ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്റർ നോക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഏതാണ്ട് 9-9:30 തുടങ്ങുന്നത് അല്ലേ. ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, അവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ സർ. യെസ്. ഇനി അടുത്ത കാര്യം കൂടി പറഞ്ഞിട്ട് പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞു ഇന്ന് ഓരോരാളും ഓരോ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നതാണ് അല്ലേ. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിപ്പോ Moodle 30 ജാം പോർട്ടൽ ജാം ഈ ആപ്പ് ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യേണ്ടത്, പകരം Google Chrome ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ആപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ആപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി Google Chrome എടുക്കും. അവിടെ Google Chrome കാണാം. Chrome ഓപ്പൺ ചെയ്യാം. ക്രോമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യുക super30.guru. super30.guru എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ആപ്പിൽ കണ്ട അതേപോലെ 2 കോഴ്സ് അവിടെ കാണാം. 2 കോഴ്സ് കാണാം. അതിൽ സൂപ്പർ 30 ക്വിസ് സെറ്റേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്വിസ് സെറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. നേരത്തെ ചോദിച്ച പോലെ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച യൂസർ നെയിം പാസ്വേഡും ഉണ്ട്. അതിലൊരെണ്ണം ഞാൻ കൊടുത്തു. ഇപ്പോൾ ഫാക്കൽറ്റിയുടെ യൂസർ നെയിം പാസ്വേഡും ഉണ്ട്. ഓക്കെ, ഇപ്പൊ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിക്കാം. ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിസ് സെറ്റേഴ്സിന്റെ അകത്തോട്ട് പോകും, ആ കോഴ്സിന്റെ അകത്തോട്ട് പോകും. അതിൽ ഒരുപാട് മൊഡ്യൂൾസ് കാണാം. നിങ്ങൾക്ക് വേണ്ട ജാം പിന്നെ സിലബസിന് വേണ്ട എല്ലാ മൊഡ്യൂൾസും അവിടെ അവൈലബിൾ ആണ്.
അപ്പൊ അതിൽ എനിക്ക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കണം നോക്കുക. സപ്പോസ് ഐ വോണ്ട് ടു പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ബാങ്ക്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ പുതിയൊരു സ്ക്രീൻ വരും. ഓക്കെ, അതിന് മുമ്പേ അല്ല അതിന് ശേഷമായാലും കുഴപ്പമില്ല, മേലെ ഒരു ബ്ലൂ ബട്ടണിൽ കാണാം ടേൺ എഡിറ്റിംഗ് ഓൺ. ആ ടേൺ എഡിറ്റിംഗ് ഓണിൽ ക്ലിക്ക് ചെയ്യുക. ടേൺ എഡിറ്റിംഗ് ഓണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു രീതിയിൽ ആ കോഴ്സ് മൊഡ്യൂളൊക്കെ കാണാം, പുതിയൊരു രീതി. അല്ലെങ്കിൽ ഇത് കിട്ടൂല. ഞാനിപ്പോ പറഞ്ഞ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതില് ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്ക്രീനാണ്. എല്ലാം ബ്ലാങ്ക് ആയി നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും അവിടെ ഉണ്ടാവില്ല. ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ്, അതിൽ ആക്ടിവിറ്റീസും അസൈൻമെന്റ്സും ഒന്നുമില്ല. അതിലേക്ക് നമ്മൾ ക്വിസ് ആഡ് ചെയ്യണം. ക്വിസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്യണം. ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മേലെ പിന്നെ എന്ത് കാണാം, ഒരു സെറ്റിങ്സിന്റെ ഐക്കൺ കാണാം, ഒരു ചക്രം കാണാം അല്ലെ, മേലെ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ ഏറ്റവും അവസാനത്തെ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അവിടെ വരും. അതിൽ ഏറ്റവും അവസാനത്തോട്ട് പോവാം. താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാം ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലേ. ക്വസ്റ്റ്യൻ ബാങ്കിന് തൊട്ട് താഴെ ക്വസ്റ്റ്യൻസ് എന്ന് കാണാം. ആ ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്ക്രീൻ വരും. ദെൻ ഹിയർ യു ക്യാൻ ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ. അതിന് ഏറ്റവും അവസാനത്തെ ഒരു ബട്ടൺ കാണും, കമാൻഡ് ബട്ടൺ. ക്രിയേറ്റ് എ ന്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള കമാൻഡ് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ന്യൂ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്? നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആകാം, ട്രൂ ഓർ ഫോൾസ്, മാച്ചിങ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പിന്നെ കാണാം. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് സിമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് പോവാം. അത് സെലക്ട് ചെയ്യുക, താഴേക്ക് പോവാം. എന്നിട്ട് ആഡ് എന്ന് കൊടുക്കുക. താഴെ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നെയിം ചോദിക്കും. അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യൻ നെയിമിന് ഒരു പാറ്റേൺ വേണം. എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ മേലെ കാണുന്ന ക്വസ്റ്റ്യൻ കോഡാണ് കേട്ടോ. ക്വസ്റ്റ്യൻ കോഡ് പിന്നെ കൃത്യമായിട്ടുള്ള പാറ്റേൺ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാല് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് തിരിച്ചറിയാൻ പറ്റൂല. നിങ്ങൾ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. നോക്കുക, ക്വസ്റ്റ്യൻ കോഡ് കൊടുക്കുന്നതാണ്. ക്വസ്റ്റ്യൻ കോഡാണ് PH5B ഹൈഫൺ അതിനുശേഷം 323 ഹൈഫൺ 323 ഇങ്ങനെ കൊടുത്തു നോക്കുക. അതിന് ഞാൻ ജസ്റ്റ് കറക്റ്റ് പാറ്റേൺ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ആദ്യത്തെ PH5B എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രിയിലെ 5th ചാപ്റ്ററിലെ ബി മൊഡ്യൂൾ, ബി ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? അതിന്റെ ടോപ്പിക്കിന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഇന്ന് ഗ്രൂപ്പിലിടുന്ന ഡോക്യുമെന്റ് നോക്കിയാൽ മതി. ഓരോ ടോപ്പിക്കിന് ഓരോ നമ്പർ ഉണ്ട്. ആ നമ്പറിന്റെ ഓർഡറിൽ അതേ രീതിയിൽ ഇപ്പൊ നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രി പാർട്ടിലെ 5ാമത്തെ ചാപ്റ്ററിലെ ബി മൊഡ്യൂൾ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, ഹൈഫൺ പ്രസ് ചെയ്യുക. ഹൈഫൺ പ്രസ് ചെയ്തിട്ട് പിന്നെ 3 നമ്പറാണ്. ആ 3 നമ്പർ നിങ്ങളുടെ റോൾ നമ്പറാണ്. മനസ്സിലായോ? റോൾ നമ്പറിന്റെ ഏറ്റവും അവസാനത്തെ 3 നമ്പർ. അപ്പോഴെനിക്ക് മനസ്സിലാവും ആരാണ് ഈ ക്വസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യത്തെ പാർട്ട് ഏത് മൊഡ്യൂൾ എന്നുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നൗ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. പിന്നെ ക്വസ്റ്റ്യൻ ഒരു പേര് കൊടുക്കുക. ഏതാ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിൽ ആ മൊഡ്യൂളിന്റെ പേര് തന്നെ പിന്നെ ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും. ആ ടോപ്പിക്ക് കൊടുക്കുക, ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ പേരും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് താഴെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യേണ്ടത്.
ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുക. ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഐ എം ടൈപ്പിംഗ് സം ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കെമിക്കൽ ഫോർമുലാസ് ഒക്കെ അതുപോലെ മാത്തമാറ്റിക്കൽ ഫോർമുല കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അതിന്റെ തൊട്ട് മേലെ കാണുന്ന സ്ക്രീനിലുള്ളത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി, ഹു ഈസ് ദ PM ഓഫ് ഇന്ത്യ, ജസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതിന് ശേഷം താഴെ ഡിഫോൾട്ട് മാർക്ക് എന്ന് കാണാം. ഡിഫോൾട്ട് മാർക്ക് എത്രയാണ്, ആ ക്വസ്റ്റ്യനും എത്രയാണ് മാർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇപ്പോ അത് ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 മാർക്ക് മതി. കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണെങ്കിൽ 2 മാർക്ക്. അതേസമയം കുറെ കൂടി നല്ല കാൽക്കുലേഷനും പിന്നെ നല്ല ഹൈ ആപ്ലിക്കേഷൻ ലെവലും ആണെങ്കിൽ യു ക്യാൻ ഗിവ് 3 മാർക്സ്. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് 1 മാർക്ക് കൊടുക്കും. പിന്നെ അതിനുശേഷം ആ ക്വസ്റ്റ്യൻ കുട്ടി ആൻസർ ചെയ്താൽ അവിടെ താഴെ എന്തെങ്കിലും ഫീഡ്ബാക്ക്, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ് എന്നുള്ള സൂചന കൊടുക്കണമെങ്കിൽ അതിന് താഴെ ജനറൽ ഫീഡ്ബാക്കിൽ കൊടുക്കാം. ഇവിടെ ടൈപ്പ് ചെയ്യാം, ഗുഡ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഗുഡ് എന്നുള്ള കാര്യം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ ID നമ്പർ വരും. അതിന് താഴെ ID നമ്പർ കൊടുക്കണ്ട, അത് ഒഴിവാക്കാം. പിന്നെ 1 or multiple ആൻസേഴ്സ് കാണാം. ചിലപ്പോൾ ക്വസ്റ്റ്യന്റെ ഒന്നിലധികം ആൻസേഴ്സ് ഉണ്ടാകാം. ഓക്കെ, ഇപ്പൊ 4 ചോയ്സ് കൊടുക്കുന്നത് ചിലപ്പോൾ 2 ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ രീതിയിൽ ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൺലി 1 ക്വസ്റ്റ്യൻ ഓൺലി എന്നുള്ളല്ലോ. ഇനി മൾട്ടിപ്പിൾ വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം വേറൊരു സ്ക്രീൻ വരും, മൾട്ടിപ്പിൾ ആൻസേഴ്സ് അലൗഡ്. അത് വേണ്ട, നമ്മൾക്കിപ്പോ 1 ആൻസർ മാത്രം മതി. ഷഫിൾ ദ ചോയ്സ് എന്ന് വെച്ചാൽ 4 ചോയ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഒരു കുട്ടിക്ക് വരുന്ന ചോയ്സിന്റെ ഓർഡർ ആയിരിക്കില്ല മറ്റു കുട്ടിക്ക് വരുന്ന ചോയ്സിന്റെ ഓർഡർ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലാണ് വരിക. അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളത്, അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ 2 കുട്ടിക്കും വരുന്നത് ഒരേ രീതിയിലായിരിക്കും. ഇനി നമ്പർ ഓഫ് ചോയ്സ് ABCD എന്നുള്ളതാണ് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇനി മറ്റു രീതിയിൽ 1 2 3 4 അല്ലെങ്കിൽ മറ്റുള്ള നമ്പറിങ് രീതിയിലാണെങ്കിൽ. ഇനി നമ്പർ വേണ്ടാന്നുണ്ടെങ്കിൽ, നമ്പറിന്റെ ആവശ്യമില്ല ശരിക്കും, നമ്പർ വേണ്ടാന്നുണ്ടെങ്കിൽ നോ നമ്പറിങ് കൊടുക്കാം. ഓക്കെ, കാരണം നമ്മൾ ക്ലിക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, അതിന്റെ ആവശ്യമില്ല. സോ ഞാൻ അത് സെലക്ട് ചെയ്ത് നോ നമ്പറിങ് കൊടുക്കും. ഓക്കെ, നൗ അതിന് ഷോ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് കൊടുത്താൽ അവിടെ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് കുട്ടി ഇപ്പൊ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്ന് നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് ഡിജിറ്റ് ആയിരിക്കണം എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻസിൽ യെസ് കൊടുത്തിട്ട് ആ ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുക്കാം. ഇനിയാണ് നിങ്ങൾ ആൻസേഴ്സ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ 1 2 3 4 5 6 7 ആൻസേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തതിൽ ആൻസർ കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന നോക്കുക, മൻമോഹൻ സിംഗ് എന്ന് കൊടുത്തു. എന്നിട്ട് അതിന് താഴെ ഗ്രേഡ് എന്ന് കാണാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു തന്നെ, ഹൂ ഈസ് ദ കറന്റ് പ്രൈം മിനിസ്റ്റർ എന്നല്ലേ, കറണ്ട് എന്ന് കൊടുത്തില്ല അല്ലേ. ഹൂ ഈസ് ദ കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ, ഞാൻ അതിന്റെ ആൻസർ കീയിൽ ഒന്നാമത്തത് കൊടുത്തിരുന്നു മൻമോഹൻ സിംഗ് എന്നാണ്. അപ്പൊ അത് തെറ്റാണ് അല്ലെ, ആൻസർ തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഗ്രേഡ് കൊടുക്കുക, നൺ എന്ന് കൊടുക്കുക. ഗ്രേഡ് നൺ തന്നെയാണ്. ഓക്കെ, എന്നെ പിന്നെ അതിന് താഴെ ഫീഡ്ബാക്കിൽ അത് ഒരു കുട്ടി മൻമോഹൻ സിംഗ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തു, ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ പഴയ ആൻസർ സബ്മിറ്റ് ചെയ്ത ആൻസർ ഒക്കെ നോക്കുമ്പോൾ അവിടെ ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. കാരണം എന്താണെന്നുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് ആണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യന്റെ ഫീഡ്ബാക്ക് ആണ്. നേരത്തെ എഴുതിയിരിക്കുന്നത് ജനറൽ ഫീഡ്ബാക്ക് ആണ്. എന്ന് വെച്ചാൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ചോയ്സ് ടു നരേന്ദ്രമോദി. ചോയ്സ് 2 ഞാൻ കറക്റ്റ് ആൻസർ കൊടുക്കും.
നരേന്ദ്രമോദി എന്ന് കൊടുത്തു. അതിന് താഴെ ഗ്രേഡില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം. അത് കംപ്ലീറ്റ് കറക്റ്റ് ആൻസർ ആണ്. സോ 100% എന്ന് കൊടുക്കാം. 100%ൽ ക്ലിക്ക് ചെയ്യാം. സോ ഗ്രേഡ് 100% ആണ്. ഓക്കെ, അതിന്റെ ഫീഡ്ബാക്ക്. ആ ക്വസ്റ്റ്യൻ നരേന്ദ്രമോദി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ യുവർ ആൻസർ ഇസ് കറക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അത് ഫീഡ്ബാക്ക് ആണ്. ഇനി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഇവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ നേരത്തെ നിങ്ങൾക്ക് ആൻസർ ടൈപ്പ് ചെയ്തപ്പോൾ എക്സ്പ്ലനേഷൻ വന്നിരുന്നു. അതുകൊണ്ട് ആ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കാം. ഇപ്പൊ കെമിസ്ട്രിയിലാണെങ്കിൽ കെമിസ്ട്രിയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി റാൻഡം ആൻസറിങ് ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ആൻസർ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയത് എന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരാൾ ഓരോ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് സമയം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇന്ന് തന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ചോയ്സ് ഉണ്ട്, മൂന്നാമത്തെ ചോയ്സ് കൊടുക്കുക. നാലാമത്തെ ഉണ്ടെങ്കിൽ നാലാമത്തെ കൊടുക്കുക. 4 വരെ ഉള്ളുവെങ്കിൽ പിന്നെ ബാക്കിയൊന്നും ചെയ്യേണ്ടില്ല. ഞാനിപ്പോ 2 വരെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, 3, 4, 5, 6 ഒന്നും കൊടുക്കുന്നില്ല. അതിന് അവസാനം ഏറ്റവും അവസാനം അത് മാത്രം ചെയ്താൽ പോരാ. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സേവ് ചേഞ്ചസ് ആൻഡ് കണ്ടിന്യൂ എഡിറ്റിംഗ് എന്ന് കാണാം. താഴെ സേവ് ചേഞ്ചസ് കാണാം, ക്യാൻസൽ കാണാം. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് തിരിച്ചു പോകും. സേവ് ചേഞ്ചസ് ആൻഡ് കണ്ടിന്യൂ എഡിറ്റിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ക്രീനിൽ തന്നെ നിൽക്കും, പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അത് ക്വസ്റ്റ്യൻ വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യും. ഞാൻ ജസ്റ്റ് സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കാം. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നു. നോക്കുക, ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? ക്വസ്റ്റ്യൻ എന്നുള്ളിടത്ത് തൊട്ട് താഴെ PH5B. അപ്പോൾ ഒരാൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഫിസിക്കൽ കെമിസ്ട്രിയിലെ 5ാമത്തെ മൊഡ്യൂളിലെ B ടോപ്പിക് ആണ് അതെന്ന് മനസ്സിലാവും. പിന്നെ ആരാണ് എൻ്റർ ചെയ്തത് എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തുള്ള റോൾ നമ്പർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഞാനാണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് പേരങ്ങനെ വന്നിരിക്കും. ഓക്കെ, ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യണമെന്ന് നോക്കുക. എന്ത് ചെയ്താൽ മതി? അതിന്റെ തൊട്ട് മേലെ കാണാം ക്രിയേറ്റ് എ ന്യൂ ക്വസ്റ്റ്യൻ. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് അനദർ ക്വസ്റ്റ്യൻ. ഈ മൂഡിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും ഗൂഗിൾ ഫോം ഒക്കെ ഉപയോഗിച്ച് കാണും അല്ലെ? ഗൂഗിൾ ഫോമിൽ ഇതുപോലെ ക്വിസ് നടത്താം. പക്ഷെ ഗൂഗിൾ ഫോമിൽ ഒറ്റ ടൈപ്പ് ക്വിസ് നടത്താൻ പറ്റുള്ളൂ. അതെന്താണ്? പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം. പക്ഷേ ഗൂഗിളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രീതി എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ഞാൻ ക്രിയേറ്റ് എ ന്യൂ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാം ഇത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻ ടൈപ്പ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഗൂഗിളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, മാച്ചിങ് ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, essay ക്വസ്റ്റ്യൻ ഉണ്ട്, കാൽക്കുലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, കാൽക്കുലേറ്റഡ് മൾട്ടി ചോയ്സ് ഉണ്ട്, കാൽക്കുലേറ്റഡ് സിമ്പിൾ, പിന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അതൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു പിക്ചർ തന്നിട്ട് ഇപ്പൊ മാപ്പ് തന്നു നോക്കുക. ഒരു മാപ്പിന്റെ പിക്ചർ തന്നിട്ട് നിങ്ങൾ പറയുന്നു ആ മാപ്പിൽ ഏത് സ്ഥലമാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാന്ന്. നിങ്ങളൊരു താഴെ ഒരു പിന്നെ കണ്ണൂർ എന്നുള്ള ഉണ്ടെങ്കിൽ കണ്ണൂർ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് മാപ്പിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യും. അതുപോലുള്ള ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ് അടക്കം ഇതിലുണ്ട്. പക്ഷെ നമ്മളുടെ ആവശ്യത്തിന് ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 1 മാത്രം മതി. ഫസ്റ്റ് 1 പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും മാത്രം മതി. മാച്ച് ദ ഫോളോയിങ് ഒന്നും ഇപ്പോഴും ജാമിന് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഇന്ന് സമയം കിട്ടുമ്പോൾ, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ എല്ലാവരോടും സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഗ്രൂപ്പിൽ തരും. നമ്മൾക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ യു ക്യാൻ ആസ്ക് നൗ. സംശയമുണ്ടോ? എനി ഡൗട്ട്സ്? ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയാലും കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇപ്പൊ നമ്മൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാ, ഇപ്പൊ പറഞ്ഞ രീതിയിൽ പിന്നെ സേവ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ,
Any other question? If you have question, you can also put it in the chat box. സാറേ ഈ ക്വസ്റ്റ്യൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാ കാണിക്കുക? അത് അവിടെ തന്നെ ജസ്റ്റ് സേവ് കൊടുക്കുമ്പോൾ ഉടനെ അവിടെ കാണിക്കും. ഞാൻ ഇപ്പൊ ജസ്റ്റ് അതിൽ വരാം, തിരിച്ചതിലേക്ക് പോവാണ്. ഇവിടെ നോക്കുക, തിരിച്ച് ബാക്കിലോട്ട് പോകണം. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യനോട് പോയി ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ നേരത്തെ ഞാനിപ്പോ പിന്നെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നെയിമിൽ, ആ ക്വസ്റ്റ്യനിൽ PH5B എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഡിറ്റ് എന്നുള്ള പിന്നെ ഒരു ബട്ടൺ കാണും, എഡിറ്റ്. ആ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് അവിടെ വരും. ഒന്ന് ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്യാൻ ചോദിക്കും. പിന്നെ അതിന്റെ താഴെ നാലാമത്തെ നോക്കാം, പ്രിവ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിൻഡോ വരും. അറ്റംപ്റ്റ് ചെയ്യുന്ന രീതി ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ വന്നു, ഹൂ ഈസ് ദ കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഞാൻ നരേന്ദ്രമോദി ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, സേവ് കൊടുത്തു. സേവ് ആയി. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കറക്റ്റ് ആൻസർ ചെക്ക് ചെയ്യണം നോക്കുക. ഫിൽ ദ കറക്റ്റ് ആൻസർ, കറക്റ്റ് റെസ്പോൺസ്. കറക്റ്റ് റെസ്പോൺസ്, ക്ലിയർ മൈ ചോയ്സ്. ജസ്റ്റ് എ സെക്കൻഡ്. ഫിൽ ദ കറക്റ്റ് റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് റെസ്പോൺസ് അവിടെ വന്നു, നരേന്ദ്രമോദി. ഓക്കെ, പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ താഴെയുണ്ട്, അതൊക്കെ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. കുറെ കാര്യങ്ങൾ അവിടെ താഴെയുണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി അതർ ക്വസ്റ്റ്യൻ?